പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കിയിരിക്കുന്നു പാക് ഉപപ്രധാനമന്ത്രി ഷാഖർ. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് പാക് ഉപപ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്ലാമാബാദിൽ മാധ്യമങ്ങളോടായിരുന്നു ഷാഖറിന്റെ പ്രതികരണം കാണും. हमने ये नहीं कहा तो वो हमें गुजार होना चाहिए कि ये तो फ्रीडम फाइटर्स भी हो सकते हैं. നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ പി.കെ. രാമദാസില്ല. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടോ? കോൺഗ്രസിന്റെ ട്വീറ്റ് പോലും അവിടെ പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ മന്ത്രി ഷാജിയേട്ട്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട. ഫഹാദ് ഹുസൈൻ തന്നെ ഇക്കാര്യം പ്രചരിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു. അത് കോൺഗ്രസ് കേരളയുടെ ഒരു ട്വീറ്റാണ്. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? ശ്രീ പണിക്കർ, ഇത് ആയുധം കൊടുക്കലാണല്ലോ. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മര്യാദ വേണ്ടി ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പ്രതിപക്ഷം ആദ്യം ഇതിനെല്ലാം തന്നെ സർക്കാരിന്റെ ഏത് നടപടി ഉണ്ടായാലും അതിനോടൊപ്പമാണ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പലപ്പോഴും ഈ രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും നടത്താറുണ്ട്. മേലേർത്ത് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസമില്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. അത് പല പ്രമുഖ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഇതേപോലെ തന്നെ പാർട്ടിയുടെ പല യൂണിറ്റുകളിൽ നിന്ന് വരാറുണ്ട്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ പാർലമെന്റിൽ അടക്കം ചർച്ചയായിട്ടുണ്ട്. പല വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നോക്കൂ, ഇന്ത്യയിൽ നിന്ന് തന്നെ ആഭ്യന്തരമായി പോലും ഈ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോ എന്നൊരു സംശയം. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇവിടെ ബാലക്കോട്ടിലൊക്കെ തന്നെ സ്ട്രൈക്കൊക്കെ നടത്തുന്ന സമയത്ത് തെളിവ് എവിടെ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിലെ പാർലമെന്റിൽ അടക്കം തന്നെ ചർച്ചയായിട്ടുള്ളതിനെ പറ്റി മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും കോൺഗ്രസിന്റെ പല പ്രതിപക്ഷ കക്ഷികളുടെ ഒക്കെ തന്നെ പ്രസ്താവനകൾ ഇതേപോലെ തന്നെ അവർക്ക് അങ്ങോട്ട് ആയുധം നൽകുന്ന രീതിയിലത്തേക്കും നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷനെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഒരുപക്ഷെ ഡൈല്യൂട്ട് ചെയ്യാൻ മതിയായിട്ടുള്ള രീതിയിലത്തേക്കുമുള്ള പ്രസ്താവനകളായി മാറുന്നുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം നീ സൂക്ഷിക്കുക, ഒരുപാട് വില്ലന്മാർ നിനക്കായി ഒരുങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഈ കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് ഉണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് ഏതാണ്ട് 200 കിലോമീറ്ററിനുള്ളിലാണ്, അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പഹൽഗാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ബോർഡർ ക്രോസിംഗ് ഇഷ്യൂ മാത്രമല്ല, എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം ആയുധങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഈ ഓട്ടോമേറ്റഡ് മെഷീൻ ഗൺസുമായിട്ടൊക്കെ എങ്ങനെയാണ് അവർ ഇത്രയും ദൂരം കടന്നു വന്നിരിക്കുന്നത്? അപ്പോൾ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ ഉള്ളത്? ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അവിടേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ്. അതായത് ആക്രമണത്തിലുള്ള സംശയമാണല്ലോ, പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പോലും അവിടെ വരികയാണ് കോൺഗ്രസിന്റെ ഈ ട്വീറ്റിലൂടെ. അതാണ് അവിടെ ആയുധമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി. അതും ഏറ്റവും ദൗർഭാഗ്യകരം, ഇനി അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയുണ്ട് എന്ന് പറയപ്പെടുന്ന പല നേതാക്കന്മാരുമുള്ള കേരളത്തിൽ നിന്നാണ് ഇതൊക്കെ തന്നെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. അപ്പൊ അതിനെ ഒരു ആയുധമായിട്ട് അവര് അവിടെ പ്രചരിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ മഞ്ജുഷ്, അതായത് നമ്മൾ കുറെ റിറ്റാലിയേറ്ററി നടപടികൾ ഇവിടെ സ്വീകരിച്ചല്ലോ. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പല നയങ്ങളെയും ചോദ്യം ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുണ്ട്. ഇപ്പോൾ മനീഷ് തിവാരിയൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ആഗോളതലത്തിൽ ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കണമായിരുന്നു, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഹാർഷ് സ്റ്റെപ്പുകളൊന്നും എടുക്കാൻ പാടില്ല. കാരണം അതൊക്കെ തന്നെ ഇവിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ടെൻഷൻസ് വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നയം സ്വീകരിക്കുമ്പോൾ ആ നയത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമാണ് മനീഷ് തിവാരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. കൂടാതെ മറ്റ് രണ്ട് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് വഡട്ടിവാർ, കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ, ഇപ്പൊ കർണാടകയിൽ നിന്നുള്ള ഒരു നേതാവ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവ്, അതിൽ ഈ വിജയ് വഡട്ടിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ ഭീകരവാദികൾക്കൊക്കെ ഇങ്ങനെ മതം ചോദിക്കാനൊക്കെയുള്ള സമയമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഈ അവിടെയുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്കറിയാമല്ലോ ഈ അറ്റാക്കിന് വിധേയരായിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ വിക്ടിംസ് ആണ്, ഈ കൊല്ലപ്പെട്ട ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെ
സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് മതം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് ഭീകരവാദികൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് ഈ മതം ചോദിക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ എന്ന് വെച്ചാൽ ആ തീവ്രവാദ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടി അത് മതപരമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല എന്ന് ആരുടെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് TB തിമ്മപ്പൂർ. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം കുറച്ചുകൂടി സംശയമേ ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. തീവ്രവാദികൾ ആരുടെയും മതം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതം ചോദിക്കാതെയായിരുന്നു അവിടെ കൊലപാതകം എന്നാണ്. അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു സെറ്റ് ഓഫ് സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ എല്ലാം പരിഗണിച്ചിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കാം. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പദവി അവകാശപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. അവിടെ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കുന്ന വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? ഈ വിഷയത്തിൽ ഞങ്ങളുടെ മറ്റ് നേതാക്കന്മാർ പറയുന്നതൊന്നും കേൾക്കണ്ട, ഞങ്ങളുടെ അധ്യക്ഷൻ പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയും എന്ന രീതിയിലത്തേക്ക്. അപ്പൊ അത്രത്തോളം ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ, പലപ്പോഴും അപ്പീസിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ടെറർ സിമ്പതി കാണിച്ചുകൊണ്ടുള്ള കുറെ നേതാക്കന്മാർ ഇവിടെ വരുന്നതാണ് പ്രശ്നം. അതാണ് പാകിസ്ഥാൻ അവിടെ ആയുധമാക്കുന്നത്. സേനാപതി വേണു ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞങ്ങളുടെ അമ്മ അറിയും മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം സ്പോട്ട് ചെയ്തുവെന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനയ്ക്ക് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെ സൈനിക നടപടി ഭയന്ന് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അതൌല തറാർ പ്രതികരിച്ചു. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. പാകിസ്ഥാന്റെ ഈ കീലേരി അച്ചുകളി ചൈനയുടെ ബലത്തിലാണ്. പാകിസ്ഥാന്റെ ധൈര്യം ചൈനയാണ്. ഏത് കാലാവസ്ഥയിലും പാകിസ്ഥാൻ സുഹൃത്തെന്നാണ് ചൈന ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ.